നമസ്കാരം, വെൽക്കം ടു Shynibindhu'sworld. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സാധാരണ മോയ്സ്ചറൈസിങ് ക്രീമിനെ ഒരു വൈറ്റനിങ് ക്രീമായിട്ട്, അതും സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത വൈറ്റനിങ് ക്രീമായിട്ട് മാറ്റാൻ നോക്കാം. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ മോയ്സ്ചറൈസിങ് ക്രീം ഇരിക്കും. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 2 സൂപ്പർ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ചേർത്താണ് നമ്മളിന്ന് വൈറ്റനിങ് ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് പിഗ്മെൻറ്റേഷൻ. നമ്മുടെ വായ്ക്ക് ചുറ്റും, അതുപോലെ തന്നെ മൂക്കിൻ്റെ ഇവിടെ ആയിട്ടൊക്കെ പിഗ്മെൻറ്റേഷൻ വരുന്നത്, അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടാകുന്നതൊക്കെ. അപ്പോൾ അതെല്ലാം പറ്റി നമ്മുടെ സ്കിന്നിനെ ഈവൻ ടോൺ ആക്കാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ വൈറ്റനിങ് ക്രീമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാൻ മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനലിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലാണ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഭാവിയുടെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. അതായത് സിമ്പിൾ മോയ്സ്ചറൈസിങ് ക്രീം ആയിരിക്കണം. അതിൽ യാതൊരുവിധ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും അടങ്ങാത്ത സാധാരണ സിമ്പിൾ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം ആയിരിക്കണം. കാരണം അതിൽ ആൾറെഡി എന്തെങ്കിലും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്, അതായത് നിയാസിനമൈഡ്, കോജിക് ആസിഡ്, വേറെ എന്തെങ്കിലും വിറ്റാമിൻ സി, അങ്ങനെ എന്തെങ്കിലും ഉള്ള മോയ്സ്ചറൈസിങ് ക്രീം എടുക്കരുത്. നോർമലായിട്ടുള്ള സിമ്പിൾ മോയ്സ്ചറൈസിങ് ക്രീം, സാധാരണ നമ്മുടെ മുഖത്തിടുന്ന മോയ്സ്ചറൈസിങ് ക്രീമാണ് എടുക്കേണ്ടത്. കാരണം നമ്മളതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ആൾറെഡി ഉള്ളതാണെങ്കിൽ അതും ഇതും കൂടെ സെറ്റാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം എടുക്കുക. അപ്പോൾ ഞാൻ തന്നെ ചെയ്ത ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇവിടെ എടുക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് മെഷർ ചെയ്തെടുക്കാം, എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കാം. ഞാനിങ്ങനെ മെഷർ ചെയ്യുകയാണ്. അപ്പോൾ 30 ഗ്രാം ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 30 ഗ്രാം ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതിവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിനി ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ആഡ് ചെയ്യാൻ പോകുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് കോജിക് ആസിഡും നിയാസിനമൈഡുമാണ്. കോജിക് ആസിഡും നിയാസിനമൈഡുമുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ കോമ്പിനേഷനാണ്. കാരണം ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷനെ എല്ലാം മാറ്റി നമ്മുടെ സ്കിന്നിനെ ഈവൻ ടോണിൽ കൊണ്ടുവരാനും ലൈറ്റൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് നിയാസിനമൈഡ് ആൻഡ് കോജിക് ആസിഡ്. അപ്പോൾ നമുക്ക് ആദ്യം നിയാസിനമൈഡ് മെഷർ ചെയ്യാം. അപ്പോൾ ഞാൻ നിയാസിനമൈഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. നിയാസിനമൈഡ് നമ്മളിപ്പം 30 ഗ്രാം ക്രീമിന് 5% നിയാസിനമൈഡാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ 1.5 ഗ്രാം അത്രയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുക്കാം. 1 ഗ്രാം 1.5 ഗ്രാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോജിക് ആസിഡാണ്. കോജിക് ആസിഡ് നമുക്ക് ഒരു 0.2 ഗ്രാമൊക്കെ തന്നെ ധാരാളം, അതായത് ഒരു പിഞ്ച് മതി, കൂടുതലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും 0.2 ഗ്രാമൊക്കെ മതി 30 ഗ്രാം ക്രീമിന്. അപ്പോൾ ഞാനൊരു പിഞ്ച് എടുക്കുകയാണ്. ഒരു പിഞ്ച്. അപ്പോൾ 0.2 ഗ്രാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഡിസ്റ്റിൽഡ് വാട്ടറാണ്. അപ്പോൾ കുറച്ച് മതി, നമുക്ക് മിക്സാകുന്ന അളവിന് എടുത്താൽ മതി. ഒത്തിരി ഒന്നും വേണ്ട, കാരണം ക്രീം അല്ലെങ്കിൽ വെള്ളമായി പോകും. അത് കാരണം കുറച്ച് മതി, മിക്സാകുന്ന അളവിന് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആവണം. ഒരു ഗ്രാനുൾസ് അതിൽ കിടക്കാൻ പാടില്ല. എല്ലാ പൊടികളും നന്നായിട്ട് മിക്സായി ആ വാട്ടർ ട്രാൻസ്പെറൻ്റ് ആകുന്ന അളവിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഇനി 1-2 ഗ്രാനുൾസ് ഉണ്ട്, അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നല്ല ട്രാൻസ്പെറൻറ്റ് ആകുന്ന അളവിന് നന്നായിട്ട് ഒരു ഗ്രാനുൾസും ഇല്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഞാനിതിനെ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
എല്ലാം നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ മിക്സ് ആകുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പ്രിസർവേറ്റീവ്. ആൾറെഡി ഈ ക്രീമിൽ പ്രിസർവേറ്റീവ് ഉണ്ട്. എന്നാലും നമ്മളിപ്പോൾ DM വാട്ടറിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തത് കൊണ്ട് വീണ്ടും നമ്മൾ 1-2 തുള്ളി പ്രിസർവേറ്റീവ് ആഡ് ചെയ്യേണ്ടതാണ്. ആൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ ഒരു 2 തുള്ളി ഫിനോക്സിയത്തനോൾ, നമ്മുടെ ഫിനോക്സിയത്തനോൾ ഞാനൊരു 2 തുള്ളി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 2 തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും എല്ലാ സ്ഥലത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്കിൻ വൈറ്റനിങ് കോജിക് ആൻഡ് നിയാസിനമിഡ് ക്രീം ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഇതിൽ ആൾറെഡി ഞാൻ ഫ്രാഗ്രൻസ് എസൻഷ്യൽ ഓയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിനെ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലോട്ട് കണ്ടെയ്നറിലോട്ട് തന്നെ ഞാനങ്ങ് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡിയാണ്. ഞാനിങ്ങനെ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് കോജിക് ആസിഡ് നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷനെയൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനും അതുപോലെ ഈവൻ ടോൺ തരാനും സഹായിക്കുന്നു. ഇത് അപ്ലൈ ചെയ്യേണ്ടത് നൈറ്റിലാണ്. കൂടുതലും നമ്മുടെ സ്കിന്നിനെ റീജനറേറ്റ് ചെയ്യാൻ എല്ലാം സഹായിക്കുന്ന സമയം എന്ന് പറയുന്നത് രാത്രിയാണ്. കാരണം നമ്മൾ പിന്നീട് പുറത്തൊന്നും എക്സ്പോസ് ആകുന്നില്ല, വേറെ കാര്യങ്ങളിലൊന്നും ഏർപ്പെടുന്നില്ലല്ലോ. അത് കാരണം അപ്പോൾ നമ്മൾ രാത്രിയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സ്കിന്നെല്ലാം നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടോണറൊന്നും യൂസ് ചെയ്യുന്നെങ്കിൽ അത് അപ്ലൈ ചെയ്ത് അല്പം ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ ക്രീം എടുത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറിന് മുമ്പെങ്കിലും ബെഡിൽ പോകുന്നതിൻ്റെ മുമ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെയാണ് നമുക്കതിൽ കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കിടക്കുമ്പോൾ ഒന്ന് ബെഡിലൊക്കെ ആയി നമുക്ക് ശരിക്കുള്ള റിസൾട്ട് കിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ.